പഞ്ചായത്തി രാജ് നടപ്പിലാക്കിയ സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരവും ഫണ്ടും കവർന്നെടുക്കുന്ന രീതിയോട് യോജിക്കാനാവില്ലെന്ന് സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്ത്യ നാഷണൽ ജനറൽ സെക്രട്ടറി മനോജ് സാരംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്ന നിലപാട് അടുത്തയാഴ്ച പ്രഖ്യാപിക്കുമെന്നും ഇരുവരും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. UDF-നെതിരെ ഉയർത്തിക്കാട്ടിയിരുന്ന ഇടതുമുന്നണിയുടെ കുറ്റപത്രം കാപട്യമായിരുന്നുവെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി കാട്ടുകുളം ബഷീർ പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരവും ഫണ്ടും കവർന്നെടുത്തതോടെ പ്രാദേശിക വികസനം നടപ്പിലാവാത്ത സ്ഥിതിയാണ്. കേരളത്തിലെ ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളും ചെലവഴിച്ചത് 40% തുക മാത്രമാണ്. ഗ്രാമസഭ കൂടി എടുത്ത തീരുമാനങ്ങൾ പോലും അട്ടിമറിക്കപ്പെടുന്നത് പഞ്ചായത്തി രാജ് സംവിധാനത്തിന് വിരുദ്ധമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പറ്റാവുന്നയിടങ്ങളിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുകയും മറ്റിടങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയത്തെ അംഗീകരിക്കുന്നവരെ പിന്തുണയ്ക്കുമെന്നും ഇരുവരും പറഞ്ഞു. പഞ്ചായത്തുകളുടെയും മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെയും മുനിസിപ്പൽ കൗൺസിലുകളുടെയും എല്ലാം അധികാരം വൻതോതിൽ വെട്ടിക്കുറച്ചിരിക്കുന്നു. ഇപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്ത്യ ആവശ്യപ്പെടുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരവും ഫണ്ടും നൽകണം. ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ബ്രൂവറി പ്രശ്നം. നമ്മുടെ നിയമപ്രകാരം ഒരു ഗ്രാമസഭ ഒരു പ്രദേശത്ത് ഒരു പദ്ധതി വേണ്ട എന്ന് പറഞ്ഞാൽ ഗ്രാമസഭ തീരുമാനിച്ചാൽ അത് വീറ്റോ ചെയ്യാൻ പോലും ആർക്കും അധികാരമില്ല. ഗ്രാമസഭയാണ് ആത്യന്തികമായി തീരുമാനങ്ങൾ എടുക്കേണ്ടത്. എന്നാൽ ഇപ്പോൾ ഇവിടെ അതെല്ലാം മാറി ഇതിൻ്റെ എല്ലാം അധികാരം മുഴുവൻ തന്നെ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ഇപ്പോൾ പല്ലുകൊഴിഞ്ഞ സിംഹമായിട്ട് മാറുന്നു നമ്മുടെ പല നിയമങ്ങളും. ഇപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്ത്യ ആവശ്യപ്പെടുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങളും ഫണ്ടും നൽകി അധികാര വികേന്ദ്രീകരണം പൂർണ്ണമാക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള അധികാര വികേന്ദ്രീകരണം നടക്കുകയുള്ളൂ. സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി മാത്യു, ജില്ലാ സെക്രട്ടറി മധു അലനെല്ലൂർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.